പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് മാസം 13-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ ഔസേ പിതാവിൻ്റെ മധ്യസ്ഥത തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയ ഒരു ദിവസം ഒരുക്കി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപെട്ടു പോയ എല്ലാ പേരുടെയും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ പ്രതിവേദനിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ശുദ്ധീകരണ സ്ഥിതി വേദനിക്കുന്ന ആത്മാക്കൾക്കെല്ലാം സമാധാനവും ആശ്വാസവും ലഭിക്കാൻ ഇടവരുത്തണമേ. ഞങ്ങൾ ഇന്ന് പോകുന്നിടത്തെല്ലാം അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കണമേ. കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവേ. നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം തിരുവചനം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കുമ്പസാരം എന്ന മഹാ അത്ഭുതത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസം. ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്ന സ്ഥലം ബലിവേദിയാണ്. അപ്പവും വീഞ്ഞും തിരുശരീരവും തിരുരക്തവുമായി തീരുന്ന വലിയ അത്ഭുതം നടക്കുന്ന സ്ഥലം. രണ്ടാമത്തെ അത്ഭുതം നടക്കുന്ന സ്ഥലം, അതാണ് കുമ്പസാരക്കൂട്. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവപുത്രൻ്റെ സ്ഥാനത്തേക്ക് നമ്മെ വീണ്ടും വീണ്ടും സ്വീകരിക്കാനായി കർത്താവ് ഒരുക്കിയ കരുണയുടെ കൂടാരമാണ് കുമ്പസാരക്കൂട്. ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ തടസ്സങ്ങൾ നീക്കിത്തരുന്ന ദിവ്യ ഔഷധം കൂടിയാണ് കുമ്പസാരം. ഈശോയെ, അങ്ങ് ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന കൃപകളെല്ലാം സ്വന്തമാക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.